ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് നല്ല ചിലമ്പൽ സൗണ്ട് ഉണ്ടായിരുന്നു. തന്നെയല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചെയിനൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ജാമിങ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് സംബന്ധമായിട്ടുള്ള രീതിയിൽ ജനറലായിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം ആയിട്ടുണ്ട്. പരമാവധിയും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഒരു മില്ലിങ്ങൊക്കെ തിരിച്ചിട്ട് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഉള്ളിൽ സ്പോക്കറ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ വീലിൻ്റെ ഡാമ്പർ റബ്ബർ അത് ഓൾറെഡി പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ചെയിൻ വലിച്ചു തീർന്നേക്കണതാണ്. സ്പോക്കറ്റിൻ്റെ കണ്ടീഷനും മോശമാണ്. തൽക്കാലം നമുക്ക് ചെയിൻ ഒരു കണ്ണി എടുത്തതിന് ശേഷം, അപ്പോൾ മാക്സിമം വലിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, ഒരു കണ്ണി എടുത്തതിന് ശേഷം ഒന്ന് കയറ്റിയിട്ട് നോക്കാം. എന്നിട്ട് ചെയിൻ ഗ്രീസ് ചെയ്ത് നോക്കാം. വലിയ പ്രശ്നമില്ല, വലിയ സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഒരു മഴക്കാലം കൂടി ആയിട്ട് കഴിഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടി ചെയിൻ ലൈഫ് കൂടുതൽ കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് മഴ സമയത്താണ്. കാരണം ചെയിൻ ഡ്രൈ ആയി പോകും. അപ്പോൾ ഓൾറെഡി തേയ്മാനം കൂടും. പിന്നെ മണ്ണിൻ്റെ, അതായത് ഓടുന്ന മണ്ണ് ചെളി കാര്യങ്ങളൊക്കെ എങ്ങനെ കവറിങ് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്കൂടെ അല്പം കയറി വരും. അപ്പോൾ അങ്ങനെയാണ് ഡാമേജിലേക്ക് പോവാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ശരിക്കും നമുക്ക് ഈ മോഡലിനൊക്കെ വരുന്നത്, ഇത് പഴയ മോഡൽ വണ്ടിയല്ലോ, അപ്പോൾ അതിന് ഫോം ടൈപ്പ് വരാം. ഫോം ടൈപ്പിന് സ്പോഞ്ച് പോലത്തെ. അപ്പോൾ അത് മൊത്തം അതിനകത്ത് പൊടിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കണം കേട്ടോ. ഫുള്ള് അതിനകത്ത് പൊടിഞ്ഞു പോയി. ഇതുമ്പോൾ കിടക്കുന്നത് മൊത്തം പൊടിഞ്ഞ് കിടക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടണം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഈ ഹോൾഡർ സെറ്റും കൂടി ഒന്ന് മാറ്റിയിടാം. കാരണം ആ മെഷീൻ്റെ ഉള്ളിൽ കൂടെ, ഇത് നെറ്റ് പോലെയുള്ള ഐറ്റാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് അത് പൊടിഞ്ഞ് വലിച്ച് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ 100 രൂപ 110 രൂപയൊക്കെയാണ് അതിന് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ എയർ ഫിൽറ്ററിനും ഏകദേശം ആ റേഞ്ച് തന്നെ വരുള്ളൂ. അപ്പോൾ അതൊന്നും മാറ്റിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതിനകത്ത് വണ്ടിയിൽ ഓയിലില്ല. ഇതാണ് അവസ്ഥ. ഇതിനകത്ത് ആകെ കൂടി ഉണ്ടായ ഓയിലാണ് ഈ കാണുന്നത്. അപ്പോൾ നിലവിൽ ഓയിലില്ലാത്തത് കൊണ്ടാണ് ടൈമിങ് ചെയിൻ, അതിൻ്റെ ഉള്ളിൽ വന്ന ടൈമിങ് ചെയിനുണ്ട്. ആ ചെയിൻ നല്ല രീതിയിൽ വലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഓയിൽ ഒഴിക്കുക, വണ്ടിക്ക് എഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട് ഓയിലില്ലാതെ ഓടിയേക്കണതുകൊണ്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. 100% കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റണാണ് ഡാമേജിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ വരുമ്പോൾ നമുക്ക് വണ്ടിക്ക് പുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ പുക വേണമെങ്കിൽ നമുക്ക് ഓയിൽ കയറി കത്തിയാലേ പുക വരുള്ളൂ. അതിനുള്ള ഓയിൽ എഞ്ചിനിലില്ല. അപ്പോൾ നമ്മളിനി ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല രീതിയിൽ പുകയുണ്ടാവും. കാരണം ഞാൻ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് ആയിട്ടുണ്ട്. കാരണം ഓയിലില്ലാണ്ട് വരുമ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റിലേക്ക് പോകുന്നത് സിലിണ്ടർ പിസ്റ്റണാണ്. കാരണം വെച്ചാൽ അവിടെയാണ് ഫയറിങ് നടക്കുക. സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ അലുമിനിയമാണ്. സിലിണ്ടറിനകത്ത് ഹീറ്റിങ് വന്നിട്ട് സ്ക്രാച്ചസ് വരും, പെട്ടെന്ന് സ്ക്രാച്ച് വരും. ലൂബ്രിക്കേഷൻ്റെ ഒപ്പം തന്നെ ഹീറ്റിങ് റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഓയിൽ. അപ്പോൾ അതില്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണത്. അപ്പോൾ എന്തായാലും ഓയിലില്ലാത്തത് കൊണ്ട് പുകയുടെ പ്രോബ്ലം ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അതിന് ടൈമിങ് ചെയിൻ്റെ ഭാഗമൊന്നും ഇപ്പോൾ തൽക്കാലം നോക്കണ്ട. ഓയിൽ ഫില്ല് ചെയ്യുക, പുകയുടെ പ്രോബ്ലം ഉണ്ടാവും, ഉപയോഗിക്കുക. നല്ല രീതിയിൽ പുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ചെയ്യേണ്ടി തന്നെ വരും. കാരണം എന്താ വെച്ചാൽ അത് എഞ്ചിൻ വർക്കായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇത്ര ഓയിലില്ലാതെ ഓടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ ക്രാങ്ക്, സിലിണ്ടർ, പിസ്റ്റൺ ഇതൊക്കെ ഡാമേജിലേക്ക് പോയിട്ടുണ്ടാവും. തൽക്കാലം നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വർക്ക് നോക്കാം. അതിനുശേഷം കാര്യമായിട്ടുള്ള പുകയിലേക്ക് വന്ന സമയത്ത് പുകയുണ്ടാവും, നോക്കിയിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് പോലെ എൻജിൻ ഫുൾ വർക്കായിട്ട് ചെയ്തു പോവാം. അതും ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്തെടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ പിന്നെ വേറെ റിസ്ക് ഇല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ടൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ യൂണിറ്റ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ അഴിക്കണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ കംപ്ലയിൻ്റ് ആണെങ്കിൽ കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാരണം കാർബറേറ്റർ അഴിച്ചത് നമുക്ക് അത്യാവശ്യം പഴക്കമുണ്ട്. അഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ സാധ്യത കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും എഞ്ചിൻ വർക്ക് വലിയ അംശമായിട്ട് ചെയ്യേണ്ടി വരും. ആ കൂട്ടത്തിൽ കാർബറേറ്ററിൻ്റെ ഭാഗം കൂടിയും അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ കേസ് കൂടി നമ്മളൊന്ന് അഴിച്ചു നോക്കണുണ്ട്. പ്ലഗിനകത്ത് നോക്കുമ്പോഴും അത്യാവശ്യം കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ചേഞ്ച് ചെയ്ത് വയ്ക്കാം. കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്തിടാം. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിക്കുള്ള ഈ ഭാഗത്തും ബാറ്ററിയുടെ കേസൊക്കെ ആക്സിയുടെ ബാറ്ററിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാം, പ്ലഗും എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യാം, ബാക്കിലെ ബ്രേക്ക് ലൈനറും ആ വീലിൻ്റെ റബ്ബറും മാറ്റിയിടാം. അതേപോലെ തന്നെ ചെയിൻ ഒരു കണ്ണി എടുത്തതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് നോക്കാം. കംപ്ലയിൻ്റ് ഇല്ല, വലിയ അടിയില്ല, സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. മാക്സിമം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറാനുണ്ട്.
ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പിന്നെ ഓടിച്ചാണ് മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും കേസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.